ആർക്കെങ്കിലും വേദന നൽകുന്നതിനു മുൻപ് അത് നിങ്ങളിലേക്ക് തിരികെ വരുമെന്ന് തീർച്ചയായും ചിന്തിക്കുക. കാരണം ഒന്നിനും കണക്ക് ചോദിക്കാതെ കാലം കടന്നു പോകില്ല. ദയയോടെ സംസാരിക്കുക. കാരണം നിങ്ങളുടെ വാക്കുകൾക്ക് സുഖപ്പെടുത്താനും ഉപദ്രവിക്കാനും ഉള്ള ശക്തിയുണ്ട്. മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണാനും പറയാനും എല്ലാവർക്കും നല്ല കഴിവാണ്. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കി സ്വന്തം കുറ്റവും കുറവും മനസ്സിലാക്കാനുള്ള ധൈര്യമാണ് വേണ്ടത്. ശരിയാണെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിനു വേണ്ടി സംസാരിക്കുമ്പോൾ എത്രയൊക്കെ എതിർപ്പുകൾ നേരിട്ടാലും ധൈര്യത്തോടെ നിൽക്കുക. തോറ്റുപോയാലും ന്യായത്തിനു വേണ്ടിയാണ് എന്നുള്ള സന്തോഷം ഉണ്ടാകും. ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം. സത്യമെന്തെന്നറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക. ഓരോ അവസരവും കൃത്യമായി തന്നെ നമ്മൾ ഉപയോഗിക്കണം. കാരണം പിന്നിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയാത്ത ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന പാതയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളിൽ കണ്ടെത്തരുത്. കാരണം ഒരിക്കൽ അവർ നമ്മളെ അവഗണിച്ചാൽ നമ്മൾ തകർന്നു പോയേക്കാം. വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്നോർക്കുക, അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ്. അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത്. നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ വലിയവനാകുന്നത്. പണം ഏത് ചീത്ത മാർഗത്തിലൂടെയും സ്വന്തമാക്കാം. മനസ്സറിഞ്ഞ് സ്നേഹിച്ച ഒരാളെയും മരിക്കുവോളം വെറുക്കാൻ കഴിയില്ല. പകരമായി എത്തുന്നവർ ആരും പകരം വയ്ക്കപ്പെടുകയുമില്ല. വിശ്വാസവും ശ്വാസവും ഒരുപോലെയാണ്. ഒരിക്കൽ നിലച്ചാൽ പിന്നെ ജീവനുണ്ടാകില്ല. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണം. അല്ലാതെ വീണ്ടും നമ്മളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നമ്മുടെ നാശത്തിനല്ലാതെ വേറൊന്നിനും വഴിവെക്കില്ല. പുറമേ നിന്ന് വിലയിരുത്താൻ വളരെ എളുപ്പമാണ്. ചില വേദനകളുടെ ആഴം അനുഭവിച്ചറിഞ്ഞവരുടേത് മാത്രമാണ്. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് കാണുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാണ്. സ്വയം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വന്തം പെരുമാറ്റ രീതികളായി തന്നെ പരിഗണിക്കാൻ കഴിയും. നിങ്ങളുടെ മൗനം കൊണ്ട് ഒരു രംഗം ശാന്തമാകുന്നുവെങ്കിൽ, മനോഹരമാകുന്നുവെങ്കിൽ നിങ്ങളുടെ മൗനം അതിമനോഹരമാണ്. ജീവിതത്തിൽ നാം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പാഴായി പോവില്ല. ഒരുപക്ഷെ നാം ആർക്ക് ചെയ്തുവോ അവരിൽ നിന്നാവില്ല തിരിച്ചു കിട്ടുക. മറ്റാരിൽ നിന്നെങ്കിലും ആവാം, പക്ഷെ തിരിച്ചു കിട്ടിയിരിക്കും. പരിഹാസങ്ങളിൽ തളരാതിരിക്കുക. കാരണം പരിഹാസം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ് പിന്നീട് ഇതിഹാസങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചത്. ഇന്നത്തെ സന്തോഷങ്ങൾ ഇന്ന് അനുഭവിക്കാതെ നാളത്തേക്ക് മാറ്റി വയ്ക്കരുത്. കാരണം ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നാളെ എന്നത് ഒരു വിശ്വാസമാണ്. സൂര്യൻ്റെ ഉദയവും അസ്തമയവും പോലെ നമ്മളും പ്രവർത്തിക്കുക. ശാന്തമായി തുടങ്ങി തീക്ഷ്ണമായി അവസാനിച്ചാൽ നമ്മുടെ ഏതൊരു പ്രവൃത്തിയും മനോഹരമായിരിക്കും. പരാജയത്തിൻ്റെ വേദന താൽക്കാലികം മാത്രമാണ്. എന്നാൽ ഭയന്ന് നഷ്ടപ്പെടുത്തുന്നത് ജീവിതമായിരിക്കും. ആളുകൾ നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് സംശയിക്കുമ്പോൾ ആത്മവിശ്വാസം കൈവിടുകയോ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ തരം താഴ്ത്തി കാണുകയോ ചെയ്യരുത്. പകരം ഇത് ഓർക്കുക, ആളുകൾ എപ്പോഴും സ്വർണത്തെയാണ് അതിൻ്റെ പരിശുദ്ധിയെ ചൊല്ലി സംശയിക്കുന്നത്, അല്ലാതെ ഇരുമ്പിനെയല്ല. ഓർമ്മകൾ എപ്പോഴും സവിശേഷമാണ്. ചില ഓർമ്മകൾ നമ്മെ കരഞ്ഞ ദിവസം ഓർത്ത് ചിരിപ്പിക്കും. എന്നാൽ ചിലത് ചിരിച്ച നാളുകളെ ഓർത്ത് കരയിപ്പിക്കും. അതാണ് ജീവിതം. ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഒരു റോളുണ്ട്. ചിലർ നിങ്ങളെ പരീക്ഷിക്കും, ചിലർ നിങ്ങളെ ഉപയോഗിക്കും, ചിലർ നിങ്ങളെ പഠിപ്പിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടവർ നിങ്ങളുടെ ഏറ്റവും നല്ല വശങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആളുകളാണ്. ആളുകൾ നിങ്ങളോട് പരുഷമായി പെരുമാറുമ്പോൾ നിശബ്ദത പാലിക്കുക. അവർ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണ് എന്നല്ല, അവർ ആരാണ് എന്നതാണ് അവിടെ വെളിപ്പെടുന്നത്. ഉയർച്ച താഴ്ചകൾക്കിടയിലും അത്ഭുതകരമായി എന്തെങ്കിലും നന്മകൾ സംഭവിക്കാൻ പോകുന്നു എന്ന് എപ്പോഴും വിശ്വസിക്കുക. എത്ര ചെറിയ കാര്യങ്ങളെയും വിലമതിക്കുക. നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്നവരെ പുഞ്ചിരിയോടെ ഒന്ന് ചേർത്തണയ്ക്കാൻ മറക്കാതിരിക്കുക. ജീവിതം എന്നത്
സുഖവും ദുഃഖവും നിറഞ്ഞതാണ്. ദുഃഖത്തിൽ നിന്നും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ശ്രദ്ധ തിരിക്കാൻ ശീലിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക എന്നത് ഒരു ലക്ഷ്യമായി കാണുക. സുഖകരമായ കാര്യങ്ങൾ ആകർഷിക്കാം. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക എന്നത്. പലരും നിങ്ങളെ വെറുക്കുന്നതിൻ്റെ പ്രധാന കാരണം അവർ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊപ്പം എത്താനുള്ള ആഗ്രഹം സാധിക്കാത്തതിനാലാണ്. നമുക്കുള്ളത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കുമുള്ളത് നമുക്കും ഉണ്ടാകണമെന്നില്ല. അതിനാൽ ഒരാളുടെ ഇല്ലായ്മയെ പരിഹസിക്കാൻ നാം ആരുമല്ല. അഹങ്കാരം മറ്റുള്ളവരെ താഴ്ത്തി സന്തോഷം കണ്ടെത്തുന്നു. സംസ്കാരം സ്വയം താഴ്ന്ന് സന്തോഷം കണ്ടെത്തുന്നു. നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും ശക്തനാകുന്നത്.